വനത്തിനുള്ളിലെ നിരീക്ഷണ ക്യാമറ തകർത്തുവെന്ന് ആരോപിച്ച് വനപാലകർ കൂട്ടിക്കൊണ്ടുപോയ പത്തനംതിട്ട ചിറ്റാർ സ്വദേശി ശ്രീ പി മത്തായി എന്ന യുവ കർഷകന്റെ മൃതദേഹമാണ് അന്നു വൈകുന്നേരം കുടുംബ വീട്ടിലെ കിണറ്റിൽ നിന്ന് ലഭിക്കുന്നത്. കാട്ടാന ചെരിയുമ്പോൾ വലിയ ചർച്ചയാക്കുന്നവർ വന്യജീവികളുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെടുന്ന കർഷകന്റെ കണ്ണീര് കാണുന്നില്ല. കാർഷിക പ്രതിസന്ധിയിലും വില തകർച്ചയിലും നട്ടം തിരിയുന്ന കർഷകനെ രക്ഷിക്കാൻ ആരുണ്ട്? കർഷകന്റെ കണ്ണീര് ഒപ്പാൻ ആരുണ്ട്? ഷെഖേന ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. മൃഗസ്നേഹികൾ കാണാത്ത കർഷകന്റെ കണ്ണുനീർ. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്നു പൂഞ്ഞാർ MLA ശ്രീ PC ജോർജ്, ഗവൺമെന്റ് ചീഫ് ശ്രീ K രാജൻ MLA, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ PC ജോർജ്, എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്? കാരണം വനപാലകരുടെ നേരെയുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ഭാര്യ ഷീബയും കുടുംബാംഗങ്ങളും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രീ PC ജോർജിന്റെ നിലപാട് എന്താണ്? എൻ്റെ നിലപാട് സത്യത്തോടൊപ്പം നിലപാടാണ്, അല്ലാതെ പ്രത്യേക നിലപാടല്ല. സത്യം എന്ത്, അതാണ് ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. മത്തായിയെ ക്യാമറയിൽ എന്തെങ്കിലും ഫിലിം മോഷ്ടിച്ചെങ്കിൽ കിണറ്റിൽ കൊണ്ടിടാൻ ആരാ പറഞ്ഞത്? 7 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് മത്തായിയെ കസ്റ്റഡിയിലെടുക്കുന്നത്, അതിലൊരു വനിത ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയുള്ള മത്തായി പോയ വഴിക്ക് ഇവരൊന്ന് കയ്യിൽ കുതിറി മാറി കിണറ്റിൽ ചാടി എന്നാണ് പറയുന്നത്. ശരി, സമ്മതിച്ചു. കാരണം ഞാൻ കണ്ടില്ലാത്തതുകൊണ്ട് ഫോറസ്റ്റുകാരെ പൂർണ്ണമായിട്ട് മോശമാക്കുന്നില്ല. കൈ കുതിറി അങ്ങനെ കിണറ്റിൽ ചാടിയാൽ ആ കിണർ പിന്നെ ഇങ്ങനെ മൂടിക്കിടന്ന് ചാടി മത്തായി ഏറ്റുവന്ന് ചാടിപ്പോൾ ഉണ്ടായ ആ ദ്വാരം അടച്ചു വെച്ച് വീണ്ടും പോയി മുങ്ങി മരിച്ചു. കൈ കുതിറി മത്തായി ചാടിയാൽ ആ മത്തായിയെ ആ കിണറ്റിൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഫോറസ്റ്റുകാരനില്ല. ഫോറസ്റ്റുകാരൻ എന്താ ചെയ്തത്? ഫോറസ്റ്റുകാരൻ ചെയ്തത് മത്തായി ചാടി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ചാടി കഴിഞ്ഞപ്പോൾ ആ ദ്വാരവും കൂടി മൂടി വെച്ചിട്ട് അവർ വന്ന വണ്ടി, ആ വണ്ടി ഫോറസ്റ്റിൻ്റെ വണ്ടി അവിടെ കിടക്കുക, ഓടി രക്ഷപ്പെടുകയാണ്. അതാണ് ഒരു മര്യാദ. തങ്ങൾ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി കിണറ്റിൽ ചാടിയാൽ ആറ്റു ചാടിയാൽ അയാളെ പിടിച്ച് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കുന്നതിന് പകരം അയാൾ കിണറ്റിൽ കിടന്ന് ചത്തോട്ടെ എന്ന് വിചാരിച്ച് ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരിരിക്കാൻ യോഗ്യരല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ തൽക്കാലം സംഭവിച്ചിരിക്കുന്നത് അവിടെ വളരെ ശക്തമായ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ചെന്നിരുന്നു. ഈ മത്തായിയുടെ ബന്ധുമിത്രാദികളും മക്കളുമായിട്ടൊക്കെ സംസാരിച്ചു, എല്ലാവരോടെയും സംസാരിക്കാൻ ഇടയായി. അവിടെ അന്വേഷണം നടത്തുന്ന പത്തനംതിട്ട SP, അഡീഷണൽ SP, പിന്നെ ഒരു DYSP ഉണ്ട്. അദ്ദേഹം കൊട്ടാരക്കരക്കാരൻ, നല്ലൊരു DYSP ആണ്, പേരുള്ള DYSP ആണ്. അദ്ദേഹത്തിനൊന്നും അന്വേഷണത്തെ ഒന്നും കുറ്റപ്പെടുത്താൻ ഞാനില്ല. ഞാൻ അവരോട് ചോദിച്ചു, മത്തായി മരിച്ചു എന്ന സത്യം മുമ്പിൽ നിൽക്കുമ്പോൾ ആത്മഹത്യയോ കൊലപാതകമോ? ആത്മഹത്യയാണെങ്കിൽ എങ്ങനെ ഉണ്ടായി, അതിനാര് പ്രേരിപ്പിച്ചു? കൊലപാതകമാണെങ്കിൽ ആര് ചെയ്തു? ഇതെല്ലാം ചർച്ച ചെയ്യണം. തീർച്ചയായും. ശ്രീ K രാജൻ MLA, ഈ ഒരു വിഷയത്തിൽ വളരെ ഗുരുതരമായ ഒരു വീഴ്ച ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. എന്തിനാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ഈ കുടുംബത്തോട് പറഞ്ഞിട്ടില്ല. ആ കുടുംബത്തിൻ്റെ സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം. ആ ഒരു കുടുംബത്തിൻ്റെ ഏക രക്ഷകനായിരുന്നു ശ്രീ പി മത്തായി. ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ കുടുംബത്തോട് എന്തിനാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റേഷനിലെ ഔദ്യോഗിക രേഖയായ ജനറൽ ഡയറിയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കേസിനെ കുറിച്ചുള്ള രേഖകളില്ല. ഇത്രയും ഗുരുതരമായ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കേവലം ഒരു സസ്പെൻഷൻ കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം നമുക്ക് ഒത്തുതീർക്കാൻ സാധിക്കുമോ? ഇതിനപ്പുറത്തേക്ക് വളരെ വളരെ ശക്തമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? നിതിൻ, സത്യത്തില് PC മത്തായി മരണപ്പെട്ട സംഭവം എല്ലാവർക്കും ഇടയിലും നിർഭാഗ്യകരമായ ഒന്നാണ്. PC മത്തായിയുടെ കുടുംബത്തിന് അദ്ദേഹത്തെ തിരിച്ചു കൊടുക്കാൻ ഇനി സാധ്യമല്ല. എത്ര വലിയ പ്രായച്ചിത്തം ഉണ്ടെങ്കിലും അത് സാധ്യമല്ല. സത്യത്തിൽ എല്ലാവരും ദുഃഖിക്കുകയാണ് ആ കാര്യത്തിൽ. ഇവിടെ ഫോറസ്റ്റ് വകുപ്പിന്റെ വിശദീകരണം കൂടി കേട്ടിരുന്നു ഞങ്ങൾ. ഫോറസ്റ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് നേരത്തെ കാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ക്യാമറ നഷ്ടപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്
സ്വാഭാവികമായും ഫോറസ്റ്റ് വകുപ്പ് ഒരു ഒക്യുറൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും അതിനിടയിൽ നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ്. അതെ. എന്തായാലും പ്രൊസീജറൽ ഇടപെടൽ ഫോറസ്റ്റ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ശരിയായി നടന്നില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ആദ്യ സ്ഥലമാറ്റം എന്ന കാര്യം ഉന്നയിക്കുകയും പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടുകൂടി ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇവർക്ക് സസ്പെൻഷൻ വിധിക്കുകയും ചെയ്തത്. ഈ സംഭവത്തെക്കുറിച്ച് PC സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശക്തമായ അന്വേഷണം തന്നെ സർക്കാർ നടത്തി വരികയാണ്. എന്തായാലും കുറ്റക്കാരനെ ശിക്ഷിക്കാനുള്ള ഒരു ചുമതലയും ഒരു ഡിപ്പാർട്ട്മെന്റിനും നമ്മുടെ കേരളത്തിലില്ല. ശക്തമായ നീതി നടപ്പിലാക്കൽ തന്നെയാണ് വേണ്ടത്. അക്കാര്യത്തിൽ ഏതെങ്കിലും വീഴ്ചയുണ്ടായെങ്കിൽ ശക്തമായ ഇടപെടലും നടപടിയും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാരിന് വേണ്ടി ഇവിടെ ഉറപ്പ് നൽകാനുള്ളത്. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ CR നീലകണ്ഠൻ ഒത്തിരി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയാണ് ശ്രീ CR. എന്നാൽ ഈ ഒരു ചിറ്റാർ പ്രശ്നം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. എത്രയോ പ്രശ്നങ്ങളിൽ ഈ കർഷകർ ഒറ്റപ്പെടുന്നു. പലപ്പോഴും ഈ പരിസ്ഥിതിവാദികളുടെ കടുത്ത ഇടപെടൽ കാരണം പരിസ്ഥിതി സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് കർഷകരെ ഒറ്റപ്പെടുത്തുന്ന വളരെ ഗുരുതരമായ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, എൻ്റെ ചോദ്യം ഇതാണ്. ഈ പരിസ്ഥിതി സ്നേഹത്തിന്റെ പേരിൽ ഈ പരിസ്ഥിതിവാദികൾ കർഷകരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമല്ലേ സംസ്ഥാനത്ത് ഉള്ളത്? നമ്മളെപ്പോഴും ഒരു ദ്വന്ദ്ങ്ങൾ സൃഷ്ടിക്കുകയാണ്. പരിസ്ഥിതിവാദികൾ, പരിസ്ഥിതി വിരുദ്ധർ, അങ്ങനെയൊന്നുമല്ല. കർഷകർ പരിസ്ഥിതി വിരുദ്ധരല്ല, ഞങ്ങളാരും കർഷക വിരുദ്ധരല്ല. കാരണം കർഷകരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചില്ലേ രാവിലെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, ഇപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലേ. പ്രശ്നം അതല്ല. പ്രശ്നം പരിസ്ഥിതി സംരക്ഷണവും കർഷകന്റെ സംരക്ഷണവും എങ്ങനെ ഒന്നിച്ചു പോകാം. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന പ്രത്യേകിച്ചും വളരെ ഗൗരവതരമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയെ ഞാനതിനെ പഠിച്ചിട്ടുള്ളത്, അതിനെ നമ്മൾ പരമ്പരാഗതമായ പാരിസ്ഥിതിക രീതിയിലോ പരമ്പരാഗതമായ കാർഷിക രീതിയിലോ നമുക്കതിനെ നേരിടാൻ കഴിയാത്തൊരവസ്ഥ ഇന്നുണ്ട്. അതൊരു പ്രതിസന്ധിയാണ്. അത് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മളെന്താ, ഇതിനു മുമ്പ് നമ്മൾ സ്വീകരിച്ച ഒരു രീതിയല്ല കോവിഡ് നമ്മൾ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെ കാണണമെങ്കിൽ ഇപ്പൊ പരിസ്ഥിതി നിയമങ്ങളിൽ ഏതൊക്കെ തരത്തിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്, ഭേദഗതി വരുത്തണം. എന്ന് വെച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചെയ്തിട്ടുള്ള തെമ്മാടിത്തരത്തിന് EIA എന്ന് ഞാൻ കൂട്ടുകയില്ല, അതല്ല എൻ്റെ വിഷയം. ഫോറസ്റ്റ് നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി കേരളത്തിന്റെ പ്രത്യേകം വരുത്തണോ? ഇപ്പൊ കേരളത്തിൽ ബഫർ സോൺ സംബന്ധിച്ച് EFL സംബന്ധിച്ചൊക്കെ ഒരുപാട് തർക്കങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളത് വേറെ തരത്തിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഏത് തരത്തിൽ ഇത് നിലനിർത്തിക്കൊണ്ട് കർഷകരെ നിലനിർത്തിക്കൊണ്ട് വനം മുഴുവൻ കളഞ്ഞ് കർഷകരെ നിലനിർത്തണമെന്ന് കർഷകരും പറയില്ല, കർഷകരെ മുഴുവൻ ഇല്ലാതാക്കി വനം സംരക്ഷിക്കണമെന്ന് ഒരു പരിസ്ഥിതിവാദിയും പറയില്ല, പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്താണ് കർഷകരെ സംരക്ഷിക്കാനുള്ള മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൽ കർഷകരെ സംരക്ഷിക്കാനുള്ള വഴികൾ എന്ത് എന്ന് അടിയന്തരമായി പരിശോധിക്കാൻ നമ്മൾ മനസ്സ് തുറന്നു ചെയ്യണം. ഇത് താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എനിക്ക് നിങ്ങളെ വിമർശിക്കാൻ, നിങ്ങൾക്ക് തന്നെ ഞാൻ വോട്ട് നിൽക്കാത്തതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല. PC രാജനൊക്കെ വോട്ട് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്, എനിക്കതില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇലക്ഷൻ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സിൽ നിന്ന് മാറി കാണണം എന്നാണ് ഞാനിതിനെ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് 5 വർഷത്തേക്കേ ഉള്ളൂ, പരിസ്ഥിതി അടുത്ത 500 വർഷത്തേക്കോ 5000 വർഷത്തേക്കോ നമുക്ക് നിലനിർത്തേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ലോകത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം അങ്ങനെയാണ്, ലോകത്തിൽ പല രാജ്യങ്ങളും ആ നിലയ്ക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ഇതിന് പരിഹാരമുണ്ട്, പരിഹാരത്തിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും പരിസ്ഥിതി നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, വനനിയമം ഇല്ലാതാക്കിക്കൊണ്ട് വനത്തെ കർഷകരെ സംരക്ഷിക്കലല്ല അതിനുള്ള മറുപടി എന്ന് മാത്രമേ ഒറ്റവാക്കിൽ എനിക്ക് പറയാൻ. വളരെ വ്യക്തമാണ്. രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് കാലങ്ങളായിട്ട് നമുക്കെല്ലാം ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ശക്തമായി പരിസ്ഥിതി നിയമങ്ങളും ഈ നാട്ടിൽ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടാണ് ശ്രീ CR നീലകണ്ഠൻ ഇവിടെ ഉന്നയിക്കുന്നത്. ശ്രീ PC ജോർജ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ ആദ്യമേ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ PC. എരുമേലി ഉൾപ്പെടെ കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലയിലെ ഒരു MLA കൂടിയായിരുന്നു ശ്രീ PC ജോർജ്. എന്നാൽ ഇതേ വിഷയം 2 മാസം മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ഗർഭിണിയായ കാട്ടാനയുടെ മരണം നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ഈ രാജ്യത്തുള്ള എല്ലാ സെലിബ്രിറ്റികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളുമൊക്കെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി. എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വലിയ പ്രക്ഷോഭങ്ങൾ ഇവർ അറേഞ്ച് ചെയ്തു. എന്നാൽ ഇവിടെ ഒരു ആദിവാസി ബാലൻ, ഒരു കാട്ടാനയുടെ ആക്രമണത്തെ ഭയന്ന് ഓടിയ ഒരു ബാലൻ ഇവിടെ മരിച്ചു വീഴുമ്പോൾ ഇവിടെ സെലിബ്രിറ്റികൾ ഒച്ച വെക്കുന്നില്ല, അവർക്കാർക്കും ഇവിടെ അനുശോചന സന്ദേശങ്ങളില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ശ്രീ PC ജോർജ്, മനുഷ്യന്റെ പ്രശ്നത്തിൽ, കർഷകരുടെ പ്രശ്നത്തിലൊക്കെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും സെലിബ്രിറ്റികൾക്കുമൊക്കെ ഈ ഒരു നിശബ്ദത എന്തുകൊണ്ടായിരിക്കും ശ്രീ PC ജോർജ്? നിതിൻ്റെ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് എത്ര ശതമാനം ഫോറസ്റ്റ് ഉണ്ട്? ഇന്ത്യയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു 29%. ആകെപ്പാടെ നമ്മുടെ നീളം 595 കിലോമീറ്റർ, 67 കിലോമീറ്റർ വീതിയേ ഉള്ളൂ.
അതിനകത്ത് ആ 3.25 കോടി ജനം ജീവിക്കുന്ന ഓർത്തോണം. അതിനകത്ത് 29% ഫോറസ്റ്റ് ഉണ്ട്. നിങ്ങളറിയാവോ? ആരെങ്കിലും കണക്ക് പറയാം? മിണ്ടുകൾ ഒരുത്തനും. ആ 29% പോയിട്ട് ഉള്ള 71%-ത്തിനകത്താണ് 3.25 കോടി ജനം ജീവിക്കുന്നത്. ഇത് ആരും മിണ്ടുകയില്ല. ലോകത്തൊരിടത്ത് ഒരു രാജ്യത്ത് ഇതുപോലെ ഫോറസ്റ്റ് ഇല്ല. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ഇതുപോലെ 29% ഫോറസ്റ്റ് ഇല്ല. അതുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഇതുപോലെ പരിസ്ഥിതി പ്രയോഗം പറഞ്ഞ പരിസ്ഥിതി, നമുക്കെല്ലാം പരിസ്ഥിതി ഉണ്ട്, പരിസ്ഥിതി സംരക്ഷിക്കണം, നമ്മൾ വനം വെച്ച് പിടിപ്പിക്കുന്നവരാണ്. പക്ഷെ മരസ്നേഹികൾ, പരിസ്ഥിതി പ്രേമികൾ എന്ന് പറഞ്ഞ് കുറേ എണ്ണെങ്കിൽ ചാടുക, ഒരു പണിയില്ലാതെ. ഇവിടെ പറഞ്ഞല്ലോ, ഒരു പിടിയാന വെള്ളത്തിൽ പോയി, അത് സ്വർഗത്തിൽ പോയി. മൃഗങ്ങൾ സ്വർഗത്തിൽ പോട്ടെ. ആ പിടിയാനയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം ഗർഭമുണ്ടായിരുന്നു എന്ന് ഒരു സംശയം, അല്ലാതെ നിതിൻ ഇവിടെ പറഞ്ഞാൽ ഗർഭിണിയാന്ന് പറയരുത്, ഒരു സംശയം. അയ്യോ, സെലിബ്രിറ്റികൾ എവിടെ, ലോകത്തുള്ള സെലിബ്രിറ്റിയെല്ലാം കൂടെ ഇടപെടുകയല്ലേ കാട്ടാനയുടെ ഗർഭത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. ഇതുപോലെ എത്രയോ മനുഷ്യൻ്റെ ഗർഭം അലസി പോകുന്നു, എത്രയോ ഗർഭിണികൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. ഒരുത്തിനും ഒരു വികാരമില്ല. മനുഷ്യനേക്കാൾ കൂടുതലാണ് മൃഗം. മൃഗം വേണം. മൃഗം ഒരു കാര്യം ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, മനുഷ്യന് വേണ്ടിയുള്ളതാണ് മൃഗങ്ങളും പരിസ്ഥിതിയൊക്കെ. അല്ലാതെ പരിസ്ഥിതിക്ക് വേണ്ടി മനുഷ്യനില്ല, മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യനില്ല. മനുഷ്യന് വേണ്ടി മൃഗങ്ങളും പരിസ്ഥിതിയും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും നമുക്ക് തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠനാണ് ഈ ചോദ്യം. PC ഉന്നയിച്ച ചില വിഷയങ്ങളിൽ CR നീലകണ്ഠൻ സാറിൻ്റെ അഭിപ്രായം അറിയണം എന്നുണ്ട്. കാരണം പലപ്പോഴും ഈ മനുഷ്യനെ മറന്നുകൊണ്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ ഉദാഹരണം, ഈ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഉദാഹരണം വളരെ വ്യക്തമാണ്. മനുഷ്യനെ വളരെയധികം പ്രതിരോധത്തിലാക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തിനാണ് അമിതമായ പരിസ്ഥിതി സ്നേഹവും മുമ്പിലേക്ക് വെക്കുക? നമ്മൾ മനുഷ്യനെ മറന്നുകൊണ്ടുള്ള ഒരു പരിസ്ഥിതി സ്നേഹമാണോ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കുകയാണ്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ കണ്ടു, ആ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കുറേയധികം വിദ്യാർത്ഥികൾ വീണ്ടും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങളെയൊക്കെ ഒന്നും, അവരുടെയൊക്കെ വിഷമം എന്തുകൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ അതൊന്നും മനസ്സിലാക്കാത്തത്? ശ്രീ CR നീലകണ്ഠൻ. അല്ല, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദ്വന്ദ്വം സൃഷ്ടിക്കുന്നത് വലിയ അപകടമാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പറയാൻ പറ്റില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ അല്ലല്ലോ. പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ലാസ് ഇല്ല ലോകത്തൊന്നും. ഞാൻ പക്ഷേ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളിലൊക്കെ ആദ്യമായി ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്നതും ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നതൊക്കെ ഇത് ശ്രീ CR നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരാണ്. അപ്പൊ നമുക്ക് ആ പേരിൽ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ ശ്രീ CR നീലകണ്ഠൻ. എന്റെ നിലപാട് പറയാം, എന്റെ നിലപാട് പറയാൻ പറ്റും. മൊത്തം പരിസ്ഥിതി പ്രവർത്തകരുടെ നിലപാട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ PCക്ക് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരുടെ നിലപാടും പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. PCക്ക് PCയുടെ നിലപാടിന് എനിക്ക് എന്റെ നിലപാടുണ്ട്. നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് എനിക്കുണ്ടായിട്ടുണ്ട്. അത് വേറെ പ്രശ്നം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന്, മനുഷ്യന് വേണ്ടി പരിസ്ഥിതി, പരിസ്ഥിതിക്ക് വേണ്ടി മനുഷ്യൻ എന്ന് പറയുന്നതിൽ തന്നെ ഒരു ദ്വന്ദ്വമുണ്ട്. അത് രണ്ടും, കയ്യിന് വേണ്ടി കാലെന്നും കാലിന് വേണ്ടി കയ്യെന്ന് പറയാൻ പറ്റില്ല, തലയ്ക്ക് വേണ്ടിയാണോ കയ്യെന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും ചേർന്നുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ എന്ന ജീവി നിലനിൽക്കുന്നത്. ഇത് ഒരു വൈറസ് വളരുന്നത് ചിലപ്പോൾ ഒരു പക്ഷി ഇല്ലാതായതുകൊണ്ടാവാം, ഒരു ചെടി ഇല്ലാതായതുകൊണ്ടാവാം. ഇപ്പോൾ പന്നി, എന്നെക്കാൾ നന്നായിട്ട് ഒരുപക്ഷെ ഈ 2 MLA മാർക്ക് പറയാം, കാരണം അവർ നാട്ടിലുള്ള ആളുകളാണ്. പന്നി നമ്മുടെ കാടുകളിൽ കൂടുന്നതിന് കാരണം കുറുക്കൻ ഇല്ലാതായതാണ് എന്ന ഒരു വാദം വളരെ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു പഠനം വന്നിട്ടുണ്ട്. ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ബാലൻസിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം, പരിസ്ഥിതി പ്രവർത്തകർക്ക് ഇവിടെ ഈ രാജ്യത്ത് ഒരു അധികാരവും ഇല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഇപ്പോഴത്തെ ചീഫ് വിപ്പും ഒരെണ്ണം മുൻ ചീഫ് വിപ്പുമാണ്. ഇവർക്കാണ് ഇവിടെ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം, പോലീസിന്റെ അധികാരം, നടപ്പാക്കാനുള്ള. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്താ ചെയ്യാൻ പറ്റും? തീർച്ചയായും ചെയ്യാൻ കഴിയുന്നത് ഒരു പത്രത്തിൽ ഒരു എഴുത്തെഴുതാം, ചാനലിൽ വന്നിരുന്ന് എഴുതാം. ഞങ്ങളുടെ നിയമപരമായ അധികാരമില്ല, വേണമെങ്കിൽ കോടതി പോവാം. അപ്പോഴും നിലവിലുള്ള നിയമം അനുസരിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. നിയമം മാറിയ പിന്നെ നമുക്കും അത് വ്യത്യാസമുണ്ട്. തീർച്ചയായും ശ്രീ K രാജനിലേക്ക് ഒന്ന് വന്നിട്ട് CRലേക്ക് തിരിച്ചു വരാം. ശ്രീ K രാജൻ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ ഇദ്ദേഹം ഉന്നയിച്ചത്. നമുക്കിപ്പോൾ തന്നെ അറിയാം, കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ എത്രയോ മനുഷ്യർ അവർ നഷ്ടപ്പെടുന്നു, എത്രയോ ഹെക്ടർ കണക്കിന് സ്ഥലം നശിപ്പിക്കപ്പെടുന്നു. ഇവിടെയൊക്കെ നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടവരല്ലേ ശ്രീ K രാജൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ? ഇവിടെയൊക്കെ നിയമനിർമ്മാണം കൊണ്ടുവരേണ്ട ആൾക്കാരല്ലേ? നമുക്ക് എന്തിനാണ് ഇത്രയും കാലഹരണപ്പെട്ട ഒരു നിയമം? പന്നിയെ വെടിവെച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ കർഷകനെ കൊല്ലാൻ പറ്റത്തില്ല, അതിന് നിയോഗിക്കപ്പെട്ട ആള് വരണം. അപ്പോഴേ ഈ പന്നി ഇത് വന്ന സമയത്ത് ആള് 2 ദിവസം വെയിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും പന്നി ആ നാട് വിടും. ശ്രീ K രാജൻ, അപ്പം എൻ്റെ ഒരു ചോദ്യം, ഈ നമ്മളെ സാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർക്ക്, നേതാക്കന്മാർക്ക് ഈ വിഷയത്തിലൊക്കെ
നിയമ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തുകൂടെ എന്ന CR-ന്റെ ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഞാൻ ഇതിനോട് ഒന്ന് രണ്ട് കാര്യത്തിൽ കൂട്ടി പറഞ്ഞോട്ടെ. CR-ഉം PC തീർച്ചയായും ഇഷ്ടംപോലെ സമയം. വളരെ വളരെ സൗകര്യമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇവിടെ CR നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വോട്ടിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ചിലത് ഒതുക്കി വെക്കേണ്ടി വരും, ഞങ്ങൾക്ക് ഇതൊക്കെ ധൈര്യമായി പറയാമെന്ന് പറഞ്ഞല്ലോ. CR അങ്ങനെ വോട്ടിന്റെ ആവശ്യമുള്ളത് കൊണ്ട് നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് ആയിരിക്കുമ്പോഴും അതിരപ്പള്ളി പദ്ധതി ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കാനാകില്ല എന്ന കർശനമായ നിലപാടെടുത്തത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. വോട്ടിന് വേണ്ടി അങ്ങനെ നിലപാട് മാറേണ്ട പ്രശ്നം വളരെ കൃത്യമായ നിലപാടുണ്ട്, അത് വളരെ വ്യക്തമാണ്. ഞാൻ അതിനെ എല്ലാ കാര്യത്തിലും അതില്ല. അങ്ങനെ ഞങ്ങള് അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പരിസ്ഥിതിക്ക് വേണ്ടി മനുഷ്യനെയോ മനുഷ്യന് വേണ്ടി പരിസ്ഥിതിയോ മാറ്റിവെക്കുന്ന ഒരു നിലപാടല്ല എടുത്തത്. അവിടെ ഒരേ സമയം ആനത്താരകൾക്ക് വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടാകണം എന്ന് പറഞ്ഞ ഞങ്ങൾ തന്നെയാണ്. കാടാർ എന്ന് പറയപ്പെടുന്ന വളരെ അപൂർവമായിട്ടുള്ള മനുഷ്യജാലം താമസിക്കുന്ന ഒരു കേന്ദ്രമാണിത് എന്നുള്ള കണ്ടെത്തലും കേരളത്തിലെ ഗവൺമെന്റിനോടും ലോകത്തിലെ പരിസ്ഥിതിവാദികളോടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറായത്. അപ്പോൾ വനത്തെയും മനുഷ്യനെയും മാറ്റി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? ഇപ്പൊ ഇവിടെ വളരെ ഗൗരവമായി നിതിൻ എന്നോട് ചോദിച്ച കാര്യം, പരിസ്ഥിതി പ്രവർത്തകരെക്കാൾ അപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് എന്തുകൊണ്ട് നിയമനിർമ്മാണം നടത്തിക്കൂടാ? അങ്ങനെ നടത്തിയ അനുഭവമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. നേരത്തെ നിതിൻ പറഞ്ഞതിൽ വസ്തുതാപരമായിട്ടൊരു തെറ്റുണ്ട്. കാരണം പന്നിയെ വെടിവെച്ച് കൊന്നതിന്റെ പേരിൽ ഫോറസ്റ്റ് വകുപ്പ് വെടിവെച്ച് കൊന്ന ആൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല. അത് വസ്തുതാപരമായി തെറ്റായ ഒരു അഭിപ്രായ പ്രകടനമാണ്. പന്നിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം അദ്ദേഹം എടുത്ത ഒരു ഫോട്ടോ പോസ്റ്റിൽ അദ്ദേഹത്തെ ശാസിക്കാൻ വേണ്ടി അപമാനിച്ചു എന്ന് പറഞ്ഞാണ്. ശാസിക്കാൻ വേണ്ടി അല്ല, തീർച്ചയായിട്ടും അല്ല, ശാസിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് എടുത്തത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് പന്നി അങ്ങനെ വെടിവെക്കാൻ അവസരം കൊടുത്ത നിലപാടെടുത്ത് ഈ ഗവൺമെന്റ് കാലത്താണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കേരളത്തിന്റെ നിയമസഭയിൽ ചോദിച്ച ആളാണ് PC. ഞാൻ ആ സഭയിലുള്ള ഘട്ടത്തിലാണ്. കേരളത്തിലെ ഗവൺമെന്റ് നേരത്തെ ഒരു പന്നിയെ വെടിവെച്ചു കൊല്ലാൻ ഉപയോഗിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം മാറ്റി. നേരത്തെ ഉണ്ടായിരുന്നു, അറിയാമല്ലോ, നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റുള്ള കാലത്ത് ഉണ്ടായിരുന്നത് പന്നി അത്ര പാവപ്പെട്ടവനായി തോക്കെടുത്ത് നിൽക്കുന്ന ആളുടെ മുമ്പിൽ വന്ന് തല കുനിച്ചു തരണം, തിരിഞ്ഞു പന്നി ഓടിയാൽ വെടിവെക്കാൻ പാടില്ല എന്ന് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഉള്ള സമയത്താണല്ലോ പന്നിയെ വെടിവെച്ച് കൊല്ലാമെന്ന് തീരുമാനിച്ചു. 3 കർഷകൻ ഈ കാലയളവിൽ ആ നടപടി നടത്തി എന്ന് പത്രമാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ വനത്തെ സംരക്ഷിക്കാനുള്ള നിലപാട് വനം വകുപ്പ് എടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതോടൊപ്പം തന്നെ വനത്തിന്റെ മറ്റൊന്നല്ല മനുഷ്യൻ, ഇതെല്ലാം കൂടിയതാണ് പരിസ്ഥിതി എന്ന് വാദിക്കുന്നവരാണ് ഞങ്ങള്. നമ്മളിവിടെ സംസാരിച്ചതുപോലെ മനുഷ്യനെ കൂടി ചർച്ച ചെയ്യാതെ ഒരു സുസ്ഥിര വികസനത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മനുഷ്യനും പ്രകൃതിയും കേന്ദ്ര ബിന്ദുവാകുന്ന ഒരു പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. ഒരു ചെറിയ കാര്യം കൂടെ പറയണ്ട ഇതിനകത്ത്. അതായത് ബഹുമാനപ്പെട്ട മിസ്റ്റർ കെ രാജൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കി. അതുപോലെ ബഹുമാനപ്പെട്ട CR നീലകണ്ഠൻ പറഞ്ഞു പന്നിയുടെ കാര്യം. പന്നി എന്താ ഇത്ര വർദ്ധിക്കാൻ കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാട്ടുപന്നിയാണ് ഒരു പ്രസവത്തിൽ 20 കുഞ്ഞുങ്ങളാണ്. 6 മാസം കൊണ്ട് പിന്നെയും പ്രസവിക്കും. അത് ഒരു വർഷം ഒരു പന്നി ഉണ്ടെങ്കിൽ അത് പിറ്റേ വർഷം 41 എണ്ണമാണ്. മനസ്സിലായില്ലേ? ഈ 41 എണ്ണം എന്ന് പറയുമ്പോൾ 1 വയസ്സ് പ്രായമാകുമ്പോൾ പിന്നെയും പന്നി പ്രസവിക്കും. ഇതുപോലെ പന്നി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള തലത്ത് ഒരു മാർഗവും ഇല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ അത് വളരെ വ്യാപകമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. വേറെ പറയാം, പന്നിയെ വെടിവെക്കുന്ന ഞാൻ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റർ ബഗാന രാജൻ അറിയാം. അന്ന് ഗണേഷ് കുമാർ മന്ത്രിയാണ്. ഞാൻ പറഞ്ഞു ഈ പന്നിയെ വെടിവെച്ചേ പറ്റൂ, നിവൃത്തിയില്ല എന്ന് പറയുമ്പം അയാൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മളെ സഹായം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അനുകൂലം എന്താണ് ഉമ്മൻചാണ്ടിയാന്ന് മന്ത്രി ഓർഡർ ഇട്ട് എന്നാ പന്നിയെ വെടിവെച്ചു കൊല്ല. പക്ഷെ പന്നി ഇവിടെ പുറകെ വെടിവെക്കരുത്. 1. 2, പന്നി ഗർഭിണിയാണോ എന്ന് നോക്കണം. ഇപ്പം പന്നിയുടെ വയറ്റിൽ ഗർഭമുണ്ടോ എന്ന് നോക്കി പന്നിയെ വെടിവെക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓർഡർ അയാളിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ പുതിയ മന്ത്രി വന്നു. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി രാജു ഇങ്ങനെ വളരെ ബഹുമാനമുണ്ട്. ഞാൻ ഒളിച്ചു വെക്കാൻ പറയുക, ജനങ്ങളെപ്പറ്റി ചിന്തയുള്ള ഒരു നല്ല മന്ത്രിയാണ് കെ രാജു. അദ്ദേഹമാണ് ഓർഡർ മാറ്റിയെന്ന് മാത്രമല്ല, ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടാണ് എന്നെ വ്യക്തിപരമായി വിളിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പൊ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഓർഡർ എന്താ? ആർക്കും പന്നി വെടി ലൈസൻസ് ഉള്ള തോക്കായിരിക്കണം, വെറുതെ കയറി വെടി വെക്കരുത്, ഫോറസ്റ്റിനകത്ത് കയറി വെക്കരുത്, കൃഷിഭൂമി വരുന്ന പന്നിയെ വെടിവെക്കണം, അത് ഫോറസ്റ്റുകാരെ വിവരം അറിയിക്കണം. അത്രേ ഉള്ളൂ. തീർച്ചയായും നല്ലൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന അഭിപ്രായം എനിക്കുള്ളത്. ഓക്കെ, കൃത്യമാണ്. ഞാൻ ശ്രീ CR നീലകണ്ഠനിലേക്ക് തിരിച്ചു. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പം തീർച്ചയായും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ്
ഇത്രയും മൃഗങ്ങൾ നമ്മുടെ കർഷകരുടെ ഈ പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്? അതൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്കിവിടെ വെടിവെക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടി വരിക. സോ ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ് ശ്രീ CR നീലകണ്ഠൻ? ഞാനും തുടക്കത്തിൽ സൂചിപ്പിച്ചു, ശ്രീ രാജൻ അത് ഏതാണ്ട് വേറെ രീതിയിൽ അത് പറഞ്ഞു. ഓരോ വനത്തിനും അതിൻ്റെ ഏരിയ അനുസരിച്ച്, ആ ഏരിയയിലുള്ള ജൈവ വൈവിധ്യം അനുസരിച്ച് ഇത്ര മൃഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും. ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ആ ക്യാരിങ് കപ്പാസിറ്റിയിൽ കൂടുതൽ ഏതെങ്കിലും മൃഗം വന്നാൽ സ്വാഭാവികമായും ഒന്നുകിൽ അവ പ്രകൃതിദത്തമായി നശിച്ചു പോകും, അല്ലെങ്കിൽ അവർ വനത്തിൻ്റെ അതിർത്തി വിട്ട് പുറത്തേക്ക് പോകും. നേരത്തെ പന്നിയുടെ കാര്യം പറഞ്ഞു. പന്നികൾ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ പന്നികൾ ഇപ്പോൾ വളരെ കൂടിയതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വനത്തിനകത്തുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന്. രണ്ട്, BC പറഞ്ഞു ശരിയാണ്, വനത്തിനകത്ത് ആരും കയറരുത്. പക്ഷേ കേരളത്തിൽ വനത്തിനകത്ത് കോരി നടത്തുന്ന സ്ഥലമുണ്ടെന്ന് എനിക്ക് BCക്ക് പറയാം. കള്ളക്കോറിയാണ്, ഞാൻ ഇത് പറയല്ല, നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കോറി മാത്രമല്ല, കഞ്ചാവ് കൃഷിയുണ്ട്, പല പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും സ്ഥലം, അദ്ദേഹം പറഞ്ഞ് 29% എന്ന് പറഞ്ഞാൽ അതിൽ ഇതൊക്കെ പെടും. ആ വനത്തിന് താങ്ങാൻ കഴിയാത്ത തരത്തിൽ വനത്തിൻ്റെ ജൈവ വൈവിധ്യം നശിക്കുകയോ അവിടുത്തെ നീർച്ചാലുകൾ ഇല്ലാതാവുകയോ അവിടുത്തെ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ, ഏതെങ്കിലും ഒരു വംശം കുറഞ്ഞാൽ വേറൊരു വംശം കൂടും എന്നുള്ളതാണ് വനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം പന്നി വന്നിട്ടുള്ളത്. ഇപ്പോൾ ആനയുടെ കാര്യത്തിലോ കടുവയുടെ കാര്യത്തിലോ നമുക്ക് ഈ പ്രതിസന്ധിയില്ല. ഇപ്പോൾ വയനാട്ടിൽ പല സ്ഥലത്തും കുരങ്ങുകൾ, BC പറഞ്ഞ് കുരങ്ങ് കുഴപ്പമില്ല, പക്ഷേ പലർക്കും കുരങ്ങ് വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ബത്തേരി പ്രദേശത്തൊക്കെ കുരങ്ങ് വലിയ പ്രശ്നമാണ്. കാരണം ഇവരുടെ ഇത് എടുത്തുകൊണ്ട് തേങ്ങ വരിട്ടിട്ട് പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, കുരങ്ങളടക്കം എല്ലാം വരണമെങ്കിൽ വനത്തിനകത്തെ ബാലൻസ് നമ്മൾ നോക്കണം. ഇപ്പം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നമുക്ക് വേണ്ടപ്പെട്ട വെള്ളം, അങ്ങനെയാണല്ലോ സർക്കാർ ഇപ്പോൾ നമുക്ക് വെള്ളം, വെളിച്ചം കാര്യങ്ങൾ സർക്കാർ തരുന്നത് പോലെ അത് വനത്തിലുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. ഞാൻ പരിസ്ഥിതി സ്നേഹി എന്ന് വേറെ എന്ത് പറഞ്ഞാലും വനമായിട്ട് നിൽക്കണം. ആ അർത്ഥത്തിൽ ആ വനത്തിനെ സംരക്ഷിക്കാനുള്ള ചുമതല മനുഷ്യർക്കുണ്ട്. കാരണം മനുഷ്യരെ ഇടപെടുന്നതുകൊണ്ടാണ് വനത്തിനങ്ങനെ നാശമുണ്ടാവുന്നത്. അതുകൊണ്ട് ആ ചുമതല മനുഷ്യനെടുക്കണം. അതിനാണ് വന നിയമമുള്ളത്, മനുഷ്യൻ്റെ സംരക്ഷണ നിയമമുള്ളത്. അതുകൊണ്ടാണ് ഇതിലൊരു വൈരുദ്ധ്യമില്ല. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈരുദ്ധ്യമില്ല. അത് കണ്ടെത്താൻ പഠനം നടത്തണം. ആ ജൈവ വൈവിധ്യ സംരക്ഷണം ഇന്ന് ഏറ്റവും അനിവാര്യമായ ഒരു കാലമായത്. ജൈവ വൈവിധ്യം മാത്രമല്ല, അതിൻ്റെ ഭൂമിയുടെ ഘടന, മണ്ണിൻ്റെ ഘടന ഒക്കെ ഉണ്ട്. ഇതൊക്കെ പരിശോധിക്കപ്പെടണം, പഠിക്കപ്പെടണം. കൂടുതലുള്ള മൃഗങ്ങൾ കൊല്ലുന്നതിന് ഒരു തെറ്റുമില്ല. വ്യക്തമാണ്. നമ്മൾ ഈ ഒരു ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടതും നമ്മൾ അറിയേണ്ടതും കർഷക പ്രതിസന്ധി കൂടിയാണല്ലേ. നമ്മൾ ഈ വിഷയമൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. കോവിഡ് മൂലം നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ വലിയ തകർച്ചയിലേക്ക് വരുന്നു. റബ്ബർ മേഖലയിൽ പ്രതിസന്ധി വരുന്നു. ഇങ്ങനെ കർഷകർ ഓരോ ദിവസവും ഓരോരോ വെല്ലുവിളികളെ അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്കാണ് വന്യമൃഗങ്ങളുടെ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ അവർ നേരിടുന്നത്. ശ്രീ PC ജോർജ്, പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ റബ്ബറിൻ്റെ കാര്യങ്ങളും കർഷകരുടെ കാര്യങ്ങളും കർഷകരുടെ വിഷമങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ശ്രീ PC ജോർജ്. എങ്ങനെ കാണുന്നു നിലവിലെ ഈ കർഷകരുടെ അവരുടെ നിലനിൽപ്പ് തന്നെ വളരെ ആശങ്കയിലല്ലേ ശ്രീ PC ജോർജ്? നമ്മുടെ കർഷകർ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് റബ്ബറിൻ്റെ കാര്യം നോക്കിയാൽ 5 ഏക്കർ റബ്ബർ തോട്ടം, 3 മേഖലയായിട്ട് 5 ഏക്കർ റബ്ബർ തോട്ടം വെട്ടി അതിൻ്റെ പാലെടുത്തതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് 3 വട്ടം ഞാൻ പ്രത്യേകം നോക്കി. അതായത് 5 ഏക്കറിൽ നിന്ന് ആകെ കിട്ടുന്നത് 60,000 രൂപയാണ് ഒരു വർഷം ചിലവ് കഴിഞ്ഞ്. അതിൻ്റെ അർത്ഥം 1 ഏക്കറിൽ നിന്ന് 12,000 രൂപ കിട്ടും. 12,000 രൂപ കിട്ടിയാൽ ഇവിടുത്തെ ഒരു ക്ലർക്ക് ജോലി കയറുമ്പോൾ 25,000 രൂപ ശമ്പളമാണ്. തീർച്ചയായും അവന് 25,000 രൂപ ശമ്പളം കിട്ടും. ഒരു വർഷം 3 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഉറപ്പാണല്ലോ. 12 മാസത്തെ ശമ്പളം കൊണ്ട് 25,000 വെച്ച് 3 ലക്ഷം അല്ലേ. 3 ലക്ഷം കൊണ്ട് നിൽക്കുകയില്ല. 3.25 ലക്ഷം രൂപ ശമ്പളം കിട്ടും. 13 ശമ്പളം ആണല്ലോ എഴുതിയെടുക്കുന്നത്. ഒരു കൃഷിക്കാരന് 3.25 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാണെങ്കിൽ എത്ര ഏക്കറാണ്? 5 ഏക്കറിന് 60, 10 ഏക്കറിന് 1,20,000, 20 ഏക്കർ 2,40,000, 25 ഏക്കർ റബ്ബർ തോട്ടം ഉള്ളവൻ ആണ് ഒരു ക്ലർക്കിൻ്റെ ശമ്പളത്തെ കയറുമ്പോഴുള്ള ശമ്പളത്തിന് തുല്യമായ വരുമാനം ഉണ്ടാകുന്നവൻ. ഇവിടുത്തെ ശമ്പളം, കേരളത്തിൻ്റെ വരുമാനം മുഴുവൻ എവിടെ പോകുന്നു? സംഘടിത തൊഴിലാളി വർഗമെന്നൊക്കെ പറയട്ടെ, വാപ്പയുടെ ചുമട്ടുകാരന് വല്ലതും ഉണ്ടോ? ഇന്ന് പട്ടിണിയല്ലേ? തീർച്ചയായും. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശമ്പളം പറ്റുന്ന എല്ലാം കൂടെ 5,19,000 പേരുണ്ട്. പെൻഷൻ പറ്റി മേടിക്കുന്നുണ്ട്. എല്ലാം കൂടെ 9 ലക്ഷം എണ്ണമുണ്ട്. ഈ 3,50,00,000 9 ലക്ഷം പോയിട്ട് 3,41,00,000 കൂടെ ഉള്ള വരുമാനം എത്രയാ ഒന്ന് നോക്കിയാൽ മതി. ഈ ശമ്പളവും വരുമാനം അറിയാമോ?
ശമ്പളം മാത്രം കൊടുക്കുന്നത് 5 ലക്ഷം പേർക്ക് കൊടുക്കുന്ന 44% വരും. എഴുതിയിട്ടോ നിങ്ങൾ, ഉത്തരവാദിത്തോട് പറയുക, 44% വരും. പെൻഷൻ എത്രയാണ് വരുന്നത്? 24% വരും. മനസ്സിലായില്ലേ? അപ്പം 44, 24 എത്രയായി? 68ആയി. മനസ്സിലായോ? ഇത് സർക്കാർ പിന്നെ ഭരിക്കണ കാശ് വേണ്ടേ? എവിടെ നിന്നാണ് കാശ്? ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1,50,000 കോടി രൂപ കടവാണ്. ഇപ്പം എത്രയാണെന്നറിയാമോ? 4 കൊല്ലം കഴിഞ്ഞപ്പം 3 ലക്ഷം കോടി രൂപ കടവാണ്. നേരെ ഇരട്ടിയായി. ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തില്ല കടമെടുത്തില്ല. കാരണം ഈ രാജ്യത്ത് അനുദിന പ്രവർത്തനം നടക്കണമെങ്കിൽ, റോഡുണ്ടാണെങ്കിൽ, കലുകുണ്ടാണെങ്കിൽ, വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ എല്ലാം പണം വേണം. കടമെടുക്കല്ല, മറക്കില്ല. 3 ലക്ഷം കോടിയായി. ഈ 3 ലക്ഷം കോടിക്ക് പലിശ കൊടുക്കണ്ടേ? ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉള്ള 1.5 ലക്ഷത്തിന് ആകെ 18%, 18 തന്നെ കൂട്ടാം നമുക്ക്. അപ്പോൾ 6, അത് 7, 86% ഇങ്ങനെ പോയി. ബാക്കി 14% കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നത്. റേഷൻ സംവിധാനം, വിദ്യാഭ്യാസം, കലിങ്കുകൾ, റോഡുകൾ, ഇതെല്ലാം ഉണ്ട്. ഇല്ല, പണമില്ല. അപ്പോൾ കടമെടുക്കും. ഇനിയും കടമെടുക്കുക. ഇതവിടെ പോയി ആലോചിക്കണം. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറഞ്ഞ റബ്ബർ കൃഷിക്കാരന് 5 ഏക്കർ റബ്ബർ തോട്ടമുള്ള കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം 60,000 രൂപ ഉണ്ട്. അവൻ എങ്ങനെ ജീവിക്കും? വ്യക്തമാണ്. ശ്രീ കെ ഒരു ഏറ്റവാക്കൂടെ പറഞ്ഞു തീർച്ചയായും സമയം എടുത്തു. ഒരു വലിയ ആത്മഹത്യയുടെ പരമ്പര ഈ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർ ഒരുമിച്ച് ഇറങ്ങി ആലോചിച്ച് തീരുമാനമെടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ വ്യക്തമാണ് ശ്രീ പി സി ജോർജ്. ശ്രീ കെ രാജൻ, പി സി ഉന്നയിച്ച ഒരു ആശങ്ക വളരെ വലുതാണ്. ആത്മഹത്യയുടെ മുൻപിലാണ്. അത് കോവിഡ് വരുന്ന ഒരു പശ്ചാത്തലം. അതിന് മുമ്പ് തന്നെ കർഷക വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്താണ് ഈ കോവിഡ് കേരളത്തിൽ വന്നത്. നമ്മുടെ സർക്കാർ ജീവനക്കാരുടെയൊക്കെ ശമ്പളം നമ്മൾ കൂട്ടുകയും അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പല നിയമനങ്ങളൊക്കെ നടപ്പാക്കാൻ വേണ്ടി തിടുക്കം കൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ കർഷകരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ എന്നത് വലിയ ഗുരുതരമായ ഒരു ചോദ്യമല്ലേ? എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ കെ രാജൻ? ഈ കാര്യത്തിൽ കർഷകർക്ക് അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ, വ്യക്തിപരമായും രാഷ്ട്രീയപരമായും. ഈ ഗവൺമെന്റ് തീർച്ചയായും ആ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ്. പി സിക്ക് വേറെ അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു തർക്കമല്ല അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം കുറെ കാലമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണ്. ഈ ഗവൺമെന്റിന് അധികാരത്തിൽ വരുമ്പോൾ നിലവിലുള്ള തസ്തികകൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുകയും പെൻഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ സ്റ്റാറ്റ്യൂട്ടറിയായി കൊടുക്കുന്നത് ഇല്ലാതാക്കുകയും ചെയ്യുക എന്നൊരു സമീപനം ഈ ഗവൺമെന്റിന് സ്വീകരിക്കാനേ കഴിയില്ല. അത് അങ്ങനെ ഒറ്റയടിക്ക് ഇടപെടേണ്ടതുമായിട്ടുള്ളൊരു വിഷയവുമല്ല. നേരെ മറിച്ച് നിധി മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ കാർഷിക മേഖലകളിൽ സമാനതകളില്ലാത്ത ഇടപെടലാണ് ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായത്. വളരെ കാലമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഒരു സാമ്പത്തിക നയമുണ്ടല്ലോ, ആ തുടങ്ങിയ ചോദ്യത്തിനാണ് അക്ഷരാർത്ഥത്തിൽ കർഷകരുടെ ജീവിതാവസ്ഥ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി മാറുന്നത്. ഒരു കാലത്ത് ASEAN കരാറിനെതിരെ നമ്മുടെ നാട് ആകെ സംഘടിപ്പിക്കപ്പെട്ട സമരങ്ങളുടെ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യമാണ് കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് കർഷക ആത്മഹത്യയിലേക്ക് പോകുന്നു. ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് അത് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. വ്യക്തമാണ്. വളരെ കൃത്യമായ മറുപടിയാണ് ശ്രീ കെ രാജൻ നമുക്ക് നൽകിയത്. ശ്രീ നീലകണ്ഠൻ, ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന അപ്പുറമായിട്ട് സാമൂഹികമായ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരാൾ നിലയിൽ ചോദിക്കുകയാണ്, ഈ കാർഷിക മേഖല പ്രതിസന്ധി കേവലം ഒരു സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഒരു ഡയമെൻഷൻ അതിനില്ലേ? കാരണം വളരെ നിസ്സാരമായിട്ട് പറയാം, ഹൈ റേഞ്ചിലൊക്കെയുള്ള ആളുകൾക്ക്, നമുക്ക് ഈവൻ നമ്മുടെ ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അവിടെ ഒരു ഭീഷണിയാണ്. എങ്കിൽ പോലും ഈ കാർഷിക മേഖല പ്രതിസന്ധി കാരണം അവിടെയുള്ള യുവാക്കൾക്ക് വിവാഹം പോലും നടക്കാത്തൊരു സാഹചര്യമുണ്ട് അല്ലേ? കൃഷി മേഖലയിലെ പ്രതിസന്ധി എങ്ങനെയാണ് ആ നാട്ടിലെ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ സാമൂഹിക അന്തരീക്ഷത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് ശ്രീ CR നീലകണ്ഠന് പറയാനുള്ളത്? അതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേര് പറഞ്ഞതിൽ രണ്ടുപേരും ഭാഗികമായ ഒരു സത്യമുണ്ടെന്ന് ഞാൻ രണ്ടുപേരോട് വിയോജിപ്പുള്ള ഒരു ചെറിയ കാര്യം മാത്രം തീർച്ചയായും പറയൂ. ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് PC പറഞ്ഞു. അത് പലപ്പോഴും ഇവിടെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. പക്ഷെ ഞാനതിൽ ചെറിയൊരു വിയോജിപ്പുള്ളത്, അത് PC ഒരു പക്ഷേ ഈ ശമ്പളം നമ്മൾ കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ഈ ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, ഇപ്പോൾ കോവിഡ് നേരിടുന്ന ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, പോലീസുകാർക്ക്, അവരൊക്കെ അതിൽ പെടും. ഞാൻ പറഞ്ഞത് നമ്മൾ ശമ്പളത്തിന്റെ മൊത്തം കണക്ക് പറയുമ്പോൾ ഇവരെ കൂടി ഉൾപ്പെടുത്തണം. അധ്യാപകരുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ, കർഷകന്റെ കുട്ടിക്കും എല്ലാവരുടെ കുട്ടിക്കും വിദ്യാഭ്യാസം കൊടുക്കണേ അധ്യാപകർ വേണം. ഞാനതിൽ ശമ്പളം കൊടുക്കരുത് അല്ല, ഞാൻ പറഞ്ഞല്ല, അതിനെ സപ്പോർട്ട് ചെയ്താ പറഞ്ഞു. ഒരു വാക്ക് എന്നോട് തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ നേഴ്സുമാർക്കോ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ
പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ഫയർഫോഴ്സിനോ ഒക്കെ ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്ന് അഭിപ്രായം. അല്ല, പക്ഷേ ഒരു കോളേജ് പ്രൊഫസർ ആഴ്ച 11 മണിക്കൂർ ജോലി ചെയ്യുന്ന അത് 2.5 ലക്ഷം രൂപ ശമ്പളം എന്തിനാ CRI ഇത്? അല്ല, അതൊക്കെ ഞാൻ സമ്മതിച്ചു. അല്ല, അൺബാലൻസ് ഉണ്ടെങ്കിൽ മാറ്റണം. പക്ഷെ ഞാൻ പറഞ്ഞത് ശമ്പളത്തിന്റെ കണക്ക് നമ്മൾ ഈ ശതമാനത്തിന്റെ കണക്കിൽ പറയുമ്പോൾ ഒരു ചെറിയൊരു സാധനയിൽ മറച്ചു വയ്ക്കപ്പെടുന്നുണ്ട്. കാരണം ഇപ്പൊ PC പറഞ്ഞ 46% ശമ്പളത്തിന് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ശമ്പളത്തിൽ ഈ പറഞ്ഞ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മുതൽ പോലീസ് വരെയുള്ള മുഴുവൻ ആളുകളെയും അതിൽ പെടുത്തുന്നുണ്ട്. അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ കാർഷിക മേഖലയെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറയാം. കാർഷിക മേഖലയിൽ, കൃഷി മേഖലയിൽ ശമ്പളമായി കൊടുക്കുന്ന തുകയും കർഷകർക്കായി കിട്ടുന്ന തുകയും തമ്മിലുള്ള ഒരു താരതമ്യം, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിയമസഭയിലുള്ള ആളുകൾ എന്നുള്ളത് ഞാനൊരു പഠനം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ കൃഷി ഓഫീസർക്കും അല്ലെങ്കിൽ ഡയറക്ടർക്കും അസിസ്റ്റന്റ് ഡയറക്ടർക്കും ഒക്കെ കൊടുക്കുന്ന അങ്ങേറ്റം മറ്റേ താഴെയുള്ള ആളുകൾക്ക് വരെ കൊടുക്കുന്ന ശമ്പളം എടുത്താൽ അതിൻ്റെക്കാൾ കുറഞ്ഞ തുകയെ കർഷകരുടെ കാർഷികമായ വളർച്ചയ്ക്കായി നൽകപ്പെടുന്നുള്ളൂ എന്നൊരു പ്രതിസന്ധി അതിനുണ്ട്. അത് ഈ ഒരു ഗവൺമെൻറ് മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഘടനയുടെ പ്രശ്നമാണ്. അത് പറയാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല. ആസിയാൻ കരാറിനും ആഗോളവൽക്കരണത്തിനൊക്കെ എതിരായി പുസ്തകം എഴുതും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അത് ശരിയാണ്. ഇനിയിപ്പോൾ അത് നമ്മൾ എന്ത് പറഞ്ഞാലും ഇനിയിപ്പോൾ അത് മാറാനും പോകില്ല. നമ്മൾ ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കാമെന്നുള്ളൂ. എന്താണ് നമുക്കതിനെ നേരിടാനുള്ള ഒരു വഴി? അപ്പോൾ സുരക്ഷാ വലയം എന്ന് പറഞ്ഞു, നല്ല കാര്യം. അതിൽ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന കാര്യം ഞാൻ പറയാം. നമ്മുടെ കാർഷിക രീതിയിൽ തന്നെ വലിയൊരു മാറ്റം കർഷകർ തന്നെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, PC എന്നേക്കാൾ നന്നായിട്ട് അറിയായിരിക്കും. റബ്ബർ തന്നെ കർഷകർ കുറേശ്ശെയായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. മറ്റ് വിളകളിലേക്ക് കർഷകർ പോവുകയാണ്. ഇപ്പം കേരളത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, നാണ്യവിളകൾ വെച്ചുകൊണ്ട് കേരളത്തിന് ഇനി അധികകാലം മുമ്പോട്ട് പോകാനാവില്ല. കാരണം അന്താരാഷ്ട്ര കമ്പോളം അങ്ങനെയാണ്. അവിടെയാണ് കേരളത്തിൽ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമ്മളൊരു പുതിയ ചിന്തയിലേക്ക് വരേണ്ടത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നെല്ലിനും പച്ചക്കറിക്കുമാണ് നമ്മൾ സബ്സിഡി കൊടുക്കുന്നതെങ്കിൽ ആ സബ്സിഡിയുടെ ഗുണം കിട്ടാൻ പോകുന്നത് കേരളത്തിൽ അത് ഭക്ഷിക്കുന്നവർക്കാണ്. നിങ്ങൾ റബ്ബറിന് സബ്സിഡി കൊടുത്താൽ യഥാർത്ഥത്തിൽ കർഷകനല്ല അതിൻ്റെ ഗുണം കിട്ടുന്നത്, ആ റബ്ബർ ഉപയോഗിക്കുന്ന കമ്പനിക്കാണ്. അവർക്ക് വില കുറച്ച് കിട്ടും, കർഷകന് തൽക്കാലം ആശ്വാസം കിട്ടുന്നുള്ളൂ. ഞാൻ നേരെ മറിച്ച് ഈ കൊടുക്കുന്ന സബ്സിഡി നാണ്യവിളകളിൽ നിന്ന് പതുക്കെ കേരളം ഭക്ഷ്യവിളകളിലേക്ക് മാറുക കാർഷിക മേഖലയിൽ. അങ്ങനെ വന്നാൽ റെസ്പെക്ട്. രണ്ടാമത്തെ കാര്യം, കുറെ കൊല്ലങ്ങളായി ഞാൻ പറയുന്നൊരു കാര്യം, കർഷകർക്ക് ശമ്പളം കൊടുക്കണം എന്നാണ്. കർഷകർ സാലറീഡ് ക്ലാസ് ആവണം. ഇത്ര PC പറഞ്ഞില്ലേ, അതെ, നമുക്ക് പെട്ടെന്ന് തോന്നാതെ എങ്ങനെയാണ് കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം അത്. അപ്പോൾ കർഷകർക്ക് ശമ്പളം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അയാൾക്ക് എത്ര കൃഷിഭൂമിയുണ്ട്, ഇത്ര കൃഷി ചെയ്യും, നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ഗ്രേഡ് ചെയ്യാം. ഞാൻ പറയുന്നത് ശമ്പളം കിട്ടുമ്പോൾ, നേരത്തെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ്. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ ആളുണ്ടാവും. ഇപ്പോൾ ഓഫീസിലെ പിയൂണാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ ആളുണ്ടാവും. 5 ഏക്കർ കൃഷി ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേണ്ടാന്ന് പറയും. അതാണ് നിതിൻ ചോദ്യത്തിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും. അപ്പോൾ ഇവർക്ക് ഉറച്ച വരുമാനം കിട്ടുമെന്ന് ഉറപ്പുണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ കർഷകരുടെ പ്രശ്നം എന്താ? കടം മേടിച്ച് അവർ മുതലിറക്കി കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം, അത് റബ്ബറാണെങ്കിൽ അതിന് വിലയില്ല, തേങ്ങയാണെങ്കിൽ അതിന് വിലയില്ല, നെല്ലാണെങ്കിൽ അത് ചിലപ്പോൾ എടുക്കില്ല, താമസം ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഒരു ഗവൺമെൻറ് അല്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ കാശ് മുടക്കിയിട്ട് എനിക്ക് കിട്ടാൻ വൈകും. നേരെ മറിച്ച് എൻ്റെ കൃഷി ഓഫീസർ 31-ാം തീയതി വൈകുന്നേരത്തിനകത്ത് അയാളുടെ ശമ്പളം വാങ്ങിയിരിക്കും, എനിക്കത് കിട്ടില്ല. ഞാൻ കൃഷിക്കാരനും കൃഷി ഓഫീസറും തമ്മിലുള്ള ആ വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇതിന് പരിഹാരത്തിലെത്തുക. അതുകൊണ്ട് തന്നെ ഒരു വാക്കുകൂടി, ഈ ഭക്ഷ്യവിളകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ കേരളത്തിൻ്റെ പാരിസ്ഥിതിക ഘടനയിൽ അതുണ്ടാക്കുന്ന നേട്ടം വളരെ വലുതാണ്. പാരിസ്ഥിതികമായി അത് നേട്ടമാവും. അത് നമ്മുടെ കുടിവെള്ളത്തെ, ആരോഗ്യത്തെ, നമ്മുടെ ജീവിതത്തെ ഈ പറഞ്ഞ പോലെ കീടനാശിനികൾ ഒഴിവാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് മാറുക എന്നത് കോവിഡ് സ്വാശ്രയത്വത്തിന് വേണ്ടി ഗവൺമെൻറ് പറയുന്നു. ഞാനതിനെ അംഗീകരിക്കുന്നു. അതിനു വേണ്ടിയുള്ള ശ്രമം നമുക്ക് ഇത്തരത്തിൽ ചർച്ചകൾ വളരെ വ്യക്തമാണ്. ഒരു വരി ഞാനൊന്ന് കൂട്ടിക്കോട്ടെ. CR പറഞ്ഞതുപോലെ കർഷക തൊഴിലാളിക്കുള്ള ക്ഷേമനിധി മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷക ക്ഷേമ ബില്ല് കൊണ്ടുവന്ന് അതിനൊരു ബോർഡ് രൂപീകരിച്ചത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ്. ഇപ്പോഴാണ്, ഈ 2020-ലാണ്. അതിന് പെൻഷൻ, കാർഷിക കടാശ്വാസ കമ്മീഷൻ അല്ല, കടാശ്വാസ കമ്മീഷന് ശേഷം ഇപ്പോൾ ഞാനും അതിലംഗമാണ്. അത് ചർച്ച ചെയ്യുന്ന, പൈലറ്റ് ചെയ്യുന്ന ആ കമ്മിറ്റിയിൽ ഞാനും അംഗമാണ്. ഞങ്ങൾ ഉൾപ്പെടെ 11 MLA-മാരെ അംഗങ്ങളാക്കി വെച്ച് കേരളത്തിൻ്റെ 5 ജില്ലകളിൽ കർഷകരുടെ അഭിപ്രായം തേടി കർഷകർക്കൊരു ക്ഷേമനിധി, അവരുടെ മക്കളെ പഠിപ്പിക്കുക, കുട്ടികളുടെ വിവാഹം നടത്തുക, അവർക്ക് പെൻഷൻ ഉണ്ടാവുക, ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കർഷകർക്കൊരു ക്ഷേമ ബോർഡ്
ബില്ലിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. ഇപ്പോഴാണ് 2 മാസം, എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തിലാണ് അത് കേരളത്തിൽ നിലവിൽ വരുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങളുടെ നിയമസഭ അംഗീകരിച്ചുകൊണ്ട് നിലവിൽ വരുന്ന സ്ഥിതി ഉണ്ടായി. അതായത് ഓരോ 5 കൊല്ലം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കുന്നുണ്ട്. എന്തിനാ? ഇവിടെ കൃഷിക്കാരന് വല്ലതും ഉണ്ടോ? ഞാൻ പറയുന്നത് പെൻഷനും ശമ്പളവും ഇല്ലാത്ത മുഴുവൻ ആളുകൾക്കും, ചെറുകിട കച്ചവടക്കാരൻ ഉൾപ്പെടെ എല്ലാ വ്യക്തിക്കും 10,000 രൂപ പെൻഷൻ കൊടുത്താൽ എന്നാ കുഴപ്പം? പ്രശ്നം തീർന്നല്ലോ. അവനും ജീവിക്കട്ടെ. ശ്രീ കെ രാജൻ, അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ സാധ്യമാണോ? ശ്രീ കെ രാജൻ, ശ്രീ കെ രാജൻ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അത്തരം ചർച്ചകളൊക്കെ വളരെ രസകരമായിരിക്കാം അത് പക്ഷെ കേൾക്കാൻ. നമ്മുടെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത്തരം ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ള സാധ്യത നമുക്കുണ്ടോ കേരളത്തിൽ? അല്ല, ഞാൻ പറഞ്ഞത് നിതിൻ, നമ്മൾ കേരളത്തിൽ എണ്ണമറ്റ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പൊ കർഷകർക്കുൾപ്പെടെ കേരളത്തിൽ പെൻഷനും ക്ഷേമനിധിയും ഇല്ലാത്ത വിഭാഗങ്ങൾ എത്രയുണ്ട് കേരളത്തിനകത്ത്? കേരളത്തിന്റെ നേരത്തെയുള്ള ചരിത്രം വെച്ച് പരിശോധിച്ചാൽ അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം സാമ്പത്തികമായോ സാമൂഹികമായോ നമുക്കുണ്ടായിരുന്നു? നമ്മളതിലേക്ക് വന്നില്ലേ? തീർച്ചയായും. കേരളത്തിൽ നെൽകർഷകർക്ക് റോയൽറ്റി വേണം എന്നാണ് ഈ ഗവൺമെന്റ് അഭിപ്രായം. നെൽകർഷകർ എന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെന്റ് പറഞ്ഞൊരു അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. തീർച്ചയായും നെൽകർഷകർക്ക് റോയൽറ്റി ഉണ്ടാകണം. കാരണം നെൽകർഷകർ അവരുടെ പാടങ്ങളിൽ അല്ലെങ്കിൽ അവർ പാട്ടത്തിനെടുക്കുന്ന പാടങ്ങളിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ രംഗത്ത് ഭക്ഷ്യഭദ്രത ഉണ്ടാക്കുന്നതിൽ അതിന്റെ റോയൽറ്റി കിട്ടാൻ അവകാശപ്പെട്ടവനാണ് നെൽകർഷകൻ. ജലലഭ്യത, അതെ, അതിലേക്ക് വരാൻ പോകുന്നത്. ഒരു നാടിന്റെ ആകെ വികസനത്തിൽ നെൽകർഷകൻ മറ്റൊരു കർഷകനെ മാറ്റിയാൽ അതിന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വരികയാണ് നെൽകർഷകനുള്ള പങ്ക്. അത് അരി ഉണ്ടാക്കി നമ്മുടെ നെല്ലറകളെ നിറയ്ക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു നാടിനാകെ ആവശ്യമായ കുടിവെള്ളത്തിന്റെ സ്രോതസ് കണ്ടെത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന കർഷകന് അതിൽ പണം കൊടുത്ത് നമുക്ക് മേടിക്കാമായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ചെലവ് കണക്ക് കൂട്ടിയാൽ നെൽകർഷകന് റോയൽറ്റി വേണം എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അപ്പൊ ഈ അഭിപ്രായമൊന്നും നാളെ സാധ്യമാകില്ല എന്ന ധാരണ നമുക്കില്ല. അങ്ങനെ സാധ്യമാകണമെങ്കിൽ നമ്മുടെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ വളരെ ഗൗരവമായ അടിച്ചുപണി വേണ്ടി വരും. കർഷകർക്ക് കൂടി ആവശ്യമായ തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ചിന്തയോടുകൂടി അത്തരം ഒരു അഴിച്ചുപണി നടത്തിയാൽ നമുക്ക് സാധ്യമാകാവുന്നതേ ഉള്ളൂ. വളരെ ക്രിയാത്മകമായ നിർദ്ദേശമാണ് ശ്രീ പി. പറഞ്ഞു, പ്രതികരിച്ചോളൂ പ്ലീസ്. അതായത് എവിടുന്ന് പണം ഉണ്ടാവും എന്ന് ചോദിച്ചു. ഈ 2.5 ലക്ഷം രൂപ ശമ്പളം മാസം വേണോ ഒരു അധ്യാപകന്? പെൻഷൻ 60,000 80,000 വേണോ? എന്താ കാണിക്കാൻ ഈ വയസ്സാം കാലത്ത് ഈ 80,000 രൂപ ഒക്കെ എന്നാ കാണിക്കും? വയസ്സിനും പൈസയും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ 1,60,000 മേടിച്ച് എന്തോ ചെയ്യും ഇത്? പെൻഷൻ മാക്സിമം MLA മാർക്ക് ഉൾപ്പെടെ ഞങ്ങളെ കൂടെ സംബന്ധിച്ചിരിക്കുന്നു ഒരു 25,000 രൂപ ലിമിറ്റ് ചെയ്യണം. ആ 800,000 രൂപ ഒരു ദിവസം MLA തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നത് പക്ഷേ അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരിക്കും കേരളത്തിലെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഈ ശമ്പളം മുഴുവൻ കുറയ്ക്കണം. ന്യായമായ ശമ്പളം മതി, ജീവിക്കാനുള്ള ശമ്പളം കൊടുത്താൽ മതി. 1957 ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു ആദ്യം മന്ത്രിമാരുടെ MLA മാരുടെ ശമ്പളം കുറച്ചുകൊണ്ട് EMSന്റെ കാലത്ത് ഒരു. പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രീ സി ആർ, ഈ MLA മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ശമ്പളം വെക്കുന്ന ചർച്ചകളിലൊക്കെ മറ്റൊരു നിലപാടായിരിക്കാം കേരളത്തിലെ മുഖ്യധാര എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരിക അല്ലെ? ഇതൊക്കെ എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ഇത്തരം ചർച്ചകളൊക്കെ ഇവർക്ക് അനുകൂലമായി നിങ്ങൾക്ക് അനുകൂലമായി പോകുന്ന കാഴ്ചയല്ലേ ശ്രീ? അല്ലെ, അങ്ങനെയല്ലേ കാണുന്നത്? അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പാർലമെന്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൂടെ പറഞ്ഞേക്കാം. ഈ ശമ്പളം MLA മാരുടെ ശമ്പളം കൂട്ടുന്നതിനെ വെച്ച് എല്ലാവരും MLA മാരുടെ ശമ്പളം മാത്രമല്ല, നമ്മൾ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളം ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. എത്രയോ സ്റ്റാഫുകളെയാണ് നമ്മൾ നിയമിക്കപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ കേരളത്തിന്റെ ഭാഗമല്ല. തീർച്ചയായും അല്ല, ഒരു MLA അല്ല ഒരു മന്ത്രി MLA യുടെ ശമ്പളം എത്രയാന്ന് ഭയങ്കര ചർച്ചയാ. ഒരു MLA യുടെ ശമ്പളം 50,000 രൂപയുള്ളൂ, അത് പിടിച്ചു. ഒരു മന്ത്രിയുടെ ശമ്പളം 90,000. ഇത്രേ ഉള്ളൂ. എല്ലാവരും വിചാരിക്കുക കോടികളുണ്ടെന്ന്. മനസ്സിലായില്ലേ? തീർച്ചയായും. പിന്നെ ആ കിട്ടുന്ന അലവൻസ് ആയിട്ട് 20,000 രൂപ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് എല്ലാം പെട്രോൾ കിട്ടും. ഇതാണ് കിട്ടുന്നത്. അതെന്ത് വാട്ടെ? ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ MLA മാരുടെ ശമ്പളത്തോടൊപ്പം ഞാനിപ്പോൾ MLA ഒരു തവണ MLA ആകാതിരുന്നാൽ പെൻഷൻ കിട്ടും. പിന്നീട് MLA പെൻഷൻ കിട്ടുമായിരുന്നു. അറിയാമോ? EK നായനാരുടെ ഗവൺമെന്റ് കാലത്ത് ഞാൻ തന്നെ അകത്തോട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവണ്ട നിയമം കൊണ്ടുവന്ന്
MLA-യും പെൻഷൻ ഒരുമിച്ച് വാങ്ങണ്ടെന്ന് തീരുമാനം കൊടുക്കാൻ പാടില്ല ഒരിക്കലും. ഇപ്പൊ കൊടുക്കുന്നില്ല. ഈ ചർച്ചയിലൊക്കെ വരുന്ന സോഷ്യൽ മീഡിയയിൽ MLA-ക്ക് എനിക്ക് 7 പെൻഷൻ ഉണ്ടെന്നും പറ്റുക വരുന്നത്. ഞാൻ മറുപടി മിണ്ടാറില്ല. വിവരം കേട്ടന്മാരെ അത് മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് അവരുടെ ജീവിതം അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാം. അവർ രാവിലെ മുതൽ 24 മണിക്കൂർ നിലയിലാണ് ഈ ജോലി ചെയ്യുക. അതുകൊണ്ട് അവരുടെ ശമ്പളം കൂടുതലാണെന്ന അഭിപ്രായമൊന്നും എനിക്ക് വ്യക്തിപരമായിട്ടില്ല. കാരണം അവരുടെ ജീവിതം മുഴുവൻ ഇതുവഴി മാറ്റി വെക്കുന്നതാണ് ശ്രീ പി സി ജോർജ്. ഞാൻ അതിനെ തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായത്തിനെ യോജിക്കുന്നു. എനിക്ക് അതിനകത്ത് എതിരഭിപ്രായം ഒന്നുമില്ല. നിങ്ങളുടെ സേവനമൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്കിനി കർഷകരുടെ പ്രശ്നത്തിലേക്ക് തന്നെ നമുക്ക് ഇതിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഇതിനൊരു ഉത്തരം നമ്മൾ ചർച്ച ചെയ്തു വരികയായിരുന്നു. അതിൽ ഏറ്റവും വളരെ അഭിനന്ദനാർഹമായ നിർദ്ദേശം ആദ്യമേ തന്നെ ശ്രീ CR നീലകണ്ഠൻ മുന്നോട്ട് വെച്ചു. കർഷകർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ശ്രീ K രാജൻ വളരെ കൃത്യമായിട്ട് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നിലപാട് ശ്രീ K രാജനും ശ്രീ PC ജോർജ് MLA-യും നമ്മളോട് പങ്കുവച്ചു. വളരെ കൃത്യമാണ്. ഇനി നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ച വിഷയവും ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് എന്താണ് കേരളത്തിലെ കർഷകരോട് നമുക്ക് അവർക്ക് ആശ്വാസം നൽകുന്ന എന്തെങ്കിലും ഒരു തീരുമാനം, അവർക്ക് പ്രത്യാശ നൽകുന്ന എന്തെങ്കിലും കാര്യം, ഒരു നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെക്കാനുണ്ടോ ശ്രീ CR നീലകണ്ഠൻ? ഞാൻ പറയാൻ കാര്യം, ഈ കർഷകർ തന്നെ അവരുടെ വിളകളിൽ തന്നെ വൈവിധ്യവൽക്കരണത്തിന് ശ്രമിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ നമുക്ക് പുതിയ സാധ്യതകൾ കേരളത്തിന്റെ പരിസ്ഥിതിക്ക് യോജിച്ച ചില ശ്രമങ്ങൾ കർഷകരുടെ ഭാഗത്ത് നടത്താൻ സാധിക്കില്ലേ? അതിനെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ശ്രീ CR നീലകണ്ഠന് പറയാനുള്ളത്? തീർച്ചയായിട്ടും കർഷകരെക്കോളം ആ കാര്യത്തിൽ അറിവുള്ള ഒരാളല്ല ഞാൻ. യഥാർത്ഥ കർഷകർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ PC പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് വനം കയ്യേറാൻ സർക്കാർ തന്നെ കർഷകരെ വിട്ടൊരു കാലമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അതല്ല കാലം. ഇന്ന് വന നിയമങ്ങളുണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ധാന്യവിളകളിലേക്ക് കർഷകരെ നിർബന്ധിച്ച് വിട്ട സംഗതിയുണ്ട്. അതിൽ നിന്ന് കർഷകർ പതുക്കെ പുറകോട്ട് പോരുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നാണ്യവിളകൾ അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ നാണ്യവിളകളൊക്കെ പുറകോട്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഭക്ഷ്യവിളകളിലേക്ക് കേരളത്തിന് അകത്ത്, ഞാനൊരു സ്വല്പം പ്രാദേശികവാദിയാണ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് യാതൊരു വിരോധമില്ല. കേരളത്തിനകത്ത് കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. നമ്മളെപ്പോഴും തമാശക്കാണെങ്കിൽ പറയാറുണ്ട്, ഉണ്ടാക്കുന്നൊന്നും ഉപയോഗിക്കാത്തവനും ഉപയോഗിക്കുന്നൊന്നും ഉണ്ടാക്കാത്തവനുമാണ് മലയാളി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മലയാളി ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മൾ ഉണ്ടാക്കില്ല, ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. നല്ല മനുഷ്യരെ പോലും നമ്മൾ കയറ്റി അയക്കാനാണ്. നല്ല സാധനങ്ങളൊക്കെ കയറ്റി അയക്കുക, കശുവണ്ടിയാലും കയർ ഒക്കെ. അപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ, സർക്കാർ മാറട്ടെ, പാർട്ടി മാറട്ടെ, അതൊക്കെ മാറട്ടെ, ഒരു പോളിസി എന്ന നിലയ്ക്ക് നമുക്ക് മുമ്പോട്ട് വെച്ചാൽ കർഷകർക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അപ്പോൾ അതിനെന്ത് വേണം? ഇപ്പോൾ നേരത്തെ ഗാഡ്ഗിലിനെ പറ്റി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗാഡ്ഗിൽ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ കീടനാശിനികൾ ഉപയോഗിക്കാൻ, പശ്ചിമഘട്ടത്തിലെ കീടനാശിനി ഉപയോഗം കുറയ്ക്കാൻ ജൈവ കൃഷിയിലേക്ക് പോകണം. അത് ഗാഡ്ഗിലൊന്നുമല്ല ആദ്യം പറഞ്ഞേ. ഈ സർക്കാർ തന്നെ 10 വർഷത്തിനകത്ത് സർക്കാർ തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. നമ്മുടെ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട് 10 വർഷത്തിനകത്ത് കേരളം മുഴുവൻ ജൈവ കൃഷിയിലേക്ക് പോകണമെന്ന്. ജൈവ കൃഷി നയമുണ്ട്. ആ കാര്യത്തിന് കർഷകരെ സഹായിക്കാൻ സർക്കാർ ഏത് തരത്തിൽ പോകണം? അത് ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ അത് വെറും സബ്സിഡി കൊടുക്കലല്ല, ഉൽപ്പന്നങ്ങളുടെ വില കൊടുക്കലാവണം. അത് ശമ്പളം, അവരുടെ വരുമാനം ഉറപ്പാക്കണം. പ്രശ്നം അതാണ്. ഫിക്സഡ് ഇൻകം എന്നത് തന്നെയാണ് ശമ്പളക്കാരനെയും കർഷകനെയും വേർതിരിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് ഇൻകം കിട്ടാനുള്ള രൂപത്തിൽ അവർക്ക് അവരുടെ കൃഷി ഉറപ്പാക്കാൻ, അവരുടെ ഉൽപ്പന്നം ഉറപ്പാക്കാൻ നമുക്ക് പ്ലാൻ ചെയ്താൽ നടക്കും. നമ്മുടെ മറ്റ് താല്പര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ തീരുമാനിച്ചാൽ അത് നടക്കും. പിന്നെ PC പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ ശമ്പളം കൂടുതൽ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ശമ്പളത്തിൽ എവിടെയെങ്കിലും കട്ട് വേണ്ടതാണ്. പക്ഷെ അത് കട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ വിമർശനാത്മകമായി പറയുകയാണ്, റിട്ടയർഡ് ചെയ്ത IAS-കാർക്ക്, ചീഫ് സെക്രട്ടറിമാർക്ക് 3.5 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് വീണ്ടും സർവീസിൽ ഇരുത്തുന്ന ഒരു നാടാണ് ഈ കേരളം. അവർക്ക് പെൻഷനും ശമ്പളവും കൂടി കിട്ടേണ്ടത് PC പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പണിയൊക്കെ നിർത്തണം കേരളത്തിൽ. എന്നിട്ട് ഏറ്റവും അടിയന്തരമായി ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ രൂപത്തിൽ കാണണം. അത് കാർഷിക മേഖലയിൽ ഈ പറഞ്ഞതുപോലെ ഉൽപ്പാദനത്തിന് വരികയാണെങ്കിൽ, അവിടുത്തെ പ്രോസസ്സിങ് വരികയാണെങ്കിൽ നമുക്ക് ജോലി ആ രൂപത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൻ്റെ തൊഴിൽ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കാർഷിക സംസ്കരണ മേഖലയായിരിക്കും. പക്ഷെ അതിന് നയത്തിൽ മാറ്റം വരണം, നിയമത്തിൽ മാറ്റം വരണം, സമീപനത്തിൽ മാറ്റം വരണം. രണ്ട് മുന്നണി ഞാൻ പറയുന്നില്ല, രണ്ട് മുന്നണിയുടെ കാലത്തും ചിവിപ്പായിരുന്ന ആളുകൾ ഇവിടെ പറഞ്ഞാൽ ഇത്രയും പറഞ്ഞത്.
വ്യക്തമാണ്. ഇനി ശ്രീ പി സി ജോർജിലേക്ക് വന്നിട്ട് നമുക്ക് ശ്രീ കെ രാജനിലേക്ക് വന്ന് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ പി സി ജോർജ്, നമ്മൾ ആദ്യം ചർച്ച തുടങ്ങിയത് തന്നെ വനപാലകരുടെ ആ ഒരു ഇടപെടലിനെ കുറിച്ചാണ്. ഈ വിഷയത്തിൽ താങ്കൾ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നമ്മൾ മത്തായിയുടെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നിയമസഭയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ എന്ത് സമ്മർദ്ദമാണ് കർഷകർക്ക് വേണ്ടി ശ്രീ പി സി ജോർജ് എടുക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് വരെ കർഷകർക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. കർഷക വിരുദ്ധ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എപ്പോഴും സഭയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളായി. ഒരു ചെറിയ കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുക പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളം ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പുറകോട്ട് പോയി നാണ്യവിളയിലേക്ക് വന്നത്? ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി എന്ന കാലത്ത് ദക്ഷിണ ഭക്ഷ്യമേഖല ഉണ്ടാക്കി. ആ ദക്ഷിണ ഭക്ഷ്യമേഖല പറഞ്ഞു, കേരളത്തിന് അരി ഉണ്ടാക്കുന്നതിനൊക്കെ എളുപ്പം നാണ്യവിളകളാണ്, അത് വിദേശ നാണ്യം നേടിത്തരും, അവിടെ നിങ്ങൾ നാണ്യവിള ഉണ്ടാക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള അരി തന്നോളാം ഞങ്ങൾ, കർണാടകവും തമിഴ്നാടും. അങ്ങനെയാണ് റേഷൻ സംവിധാനം വന്നത്. ഇതാണ് സത്യം. എന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട്, എന്നിട്ട് കേരളം ഭക്ഷ്യധാന്യങ്ങൾ പുറകിലാവുന്ന ആരോടെ വഴക്കുണ്ടാക്കുന്നത്? അപ്പം ഇന്ത്യക്ക് സാമ്പത്തികമായ ലാഭം വിദേശ നാണ്യം നേടിക്കൊടുത്ത ഏറ്റവും പ്രമുഖ സംസ്ഥാനമാണ് കേരളവും നമ്മുടെ ജനങ്ങളും. അത് മനസ്സിലാക്കാതെ പെരുമാറുന്നത് ശരിയാണോ? അതാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ മലയാളികൾ തന്നെയാണ്. അവരാരും വിദേശത്ത് വന്നവരല്ല. IFSകാരെ കാണും ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത്. തീർച്ചയായും. പക്ഷേ അവരെയൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ ഗവൺമെൻറ് ഒരു പ്രത്യേക ശ്രദ്ധ വരുത്തണം. ഞാൻ ചോദിച്ചു, 10 കൊല്ലം മുമ്പുള്ള പോലീസുകാരനാണോ ഇപ്പം നമ്മുടെ പോലീസുകാരൻ? ട്രെയിനിങ് വരുന്നത് മാറ്റമാണ്. തീർച്ചയായും. പോലീസുകാർ പഠിച്ചില്ലേ? കുട്ടികളൊക്കെ പോലീസ് മാമൻ എന്ന് വരെയാണ് വിളിക്കുന്നത്. നിലയെത്തി. അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ട്രെയിനിങ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത് ഫോറസ്റ്റിനകത്തോട് ഓടി നടന്ന് വന്യമൃഗമായിട്ട് മാത്രമാണ് സമ്പർക്കം, മനുഷ്യമായിട്ട്. അതുകൊണ്ടാണ് മനുഷ്യരെക്കാൾ അവർക്ക് മൃഗങ്ങളോട് സ്നേഹം ഉണ്ടാകാനുള്ള കാര്യം. സ്നേഹം നമുക്കുണ്ട്, അവരെയൊക്കെ സ്നേഹം നമുക്കുണ്ട്. അതെ. അല്ലാതെ നീതിനെ നമുക്ക് സ്നേഹക്കുറവല്ല. മൃഗങ്ങളെ ആരാ സ്നേഹിക്കാത്തത്? നമുക്ക് എനിക്ക് ഒരു കുഞ്ഞിനെ മാങ്കുഞ്ഞിനെ വളർത്താൻ തരാമെന്ന് പറഞ്ഞ് മന്ത്രിക്ക് വരെ കത്ത് കൊടുത്തിയെ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ആർക്കും മൃഗങ്ങളോട് സ്നേഹമല്ലാതെ പിണക്കമുണ്ടോ? പക്ഷേ മനുഷ്യൻ്റെ വേദനിക്കുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ ഫോറസ്റ്റുകാരുടെ പ്രവർത്തനങ്ങളിൽ ശത്രുത തോന്നും. ആ ശത്രുത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ശത്രുതയില്ല, അവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവർ നമ്മളോട് ഇപ്പോൾ ജനങ്ങളോട് സ്വല്പം സ്നേഹം കാണിക്കണം. അതിർത്തിയിൽ നമ്മുടെ ആളുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റിനകത്ത് കയറ്റമില്ല, പക്ഷേ ഫോറസ്റ്റിനകത്ത് മുകളിൽ ഇങ്ങോട്ട് കയറ്റം ഉണ്ട് താൻ. അപ്പോൾ ആ കാര്യത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗന്മാർ ശ്രദ്ധിക്കുക, നമ്മുടെ ആളുകളോട് കൂടുതൽ സ്നേഹം കാണിക്കുക. അത് തന്നെയല്ല, ഈ വേലി കെട്ടിക്കഴിഞ്ഞാൽ സൗരോർജ്ജ വേലി കെട്ടി ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വേലി നിലനിൽക്കൂ. അതുകൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങളുടെ സഹകരണം ഫോറസ്റ്റുകാർക്ക് കൊടുക്കണം. ഫോറസ്റ്റുകാർ നമ്മുടെ ആളുകളെന്ന നിലയിൽ കൃഷിക്കാരും കാണണം. കൃഷിക്കാരില്ലെങ്കിൽ നമ്മളില്ലെന്ന് ഫോറസ്റ്റുകാരും കാണണം. അങ്ങനെ ഒരു വയാ മീഡിയകളുടെ മുമ്പോട്ട് പോയി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. ശ്രീ കെ രാജൻ, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. ഒന്ന്, വർത്തമാനകാല ദിവസങ്ങളുടെ സായന്തനങ്ങളിൽ കാണുന്ന സാധാരണ ചർച്ചകളുടെ ബഹളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രോഗ്രസീവായിട്ടൊരു ചർച്ചയായി ഷെക്കേന ചാനൽ ഇപ്പോൾ സംഘടിപ്പിച്ച ചർച്ച. കാരണം അതിനകത്ത് ഉരുത്തിരുന്ന അഭിപ്രായങ്ങൾ നല്ലൊരു ശതമാനത്തിലേറെയും കർഷകന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു. കർഷകൻ മാത്രമായി നിലനിൽപ്പില്ല. ഇവിടെ എല്ലാവരുടെയും ചർച്ചയുടെ പൊതുധാരണ അതാണ്. പ്രകൃതിയിലാണ് കർഷകനും മനുഷ്യനും എല്ലാം ജീവിക്കുന്നത്. അവിടെ തന്നെയാണ് മൃഗങ്ങളും ജീവിക്കുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് വനങ്ങളും മരങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും ഭൂമി ജൈവവൈവിധ്യത്തിൻ്റെതാണ്. ഇതെല്ലാം കൂടുന്നതാണ് ഭൂമി. അതിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കടമകൾ നിർവഹിക്കാനുണ്ട് എന്ന് മാത്രം. ആ കടമകൾ നിർവഹിക്കാനുള്ള മുന്നേറ്റത്തിൽ അവരവർക്ക് ചെയ്യാനുള്ള ജോലിയിലേക്ക് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. സ്വാഭാവികമായും ഗവൺമെന്റുകൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട നിലപാടുകൾ നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ടു. പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളെ ഉണ്ടാക്കി അവതരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വഴികളിലൂടെ നമ്മുടെ കർഷകർക്ക് അടിസ്ഥാനപരമായി അവൻ്റെ ജീവിത ചര്യ മാറ്റാനുള്ള സ്ഥിതി ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ തന്നെ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ് 2 ഡിമാൻഡ് ഡിസ്കഷനുകളിലും, മൃഗസംരക്ഷണത്തിൻ്റെതാണെങ്കിലും കൃഷിയുടേതാണെങ്കിലും. പണ്ട് ക്ഷീര കർഷകർക്കും സാധാരണ കർഷകർക്കുമൊക്കെ വീട്ടിനകത്തൊരു നല്ല തൊഴുത്ത് കണ്ടാൽ കല്യാണം കഴിപ്പിച്ചേ പോകൂ എന്ന് നിർബന്ധം പിടിക്കുന്ന പെൺകുട്ടികളുടെ അച്ഛന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ 2 തൊഴുത്തോ 2 പശുവോ ഒരു വീട്ടിലുണ്ടെങ്കിൽ മുടിഞ്ഞു പോകുന്നൊരു വീടാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം നമ്മുടെ കാർഷിക മേഖല മാറുമോ എന്ന ഭീതിയിൽ നിന്നാണ് കർഷകൻ ഈ പ്രശ്നങ്ങളെല്ലാം പറയുന്നത്. അതിനെ മറികടക്കാൻ വളരെ സംഘടിതമായിട്ടുള്ളൊരു ധാരണയുണ്ടാകണം. അതിർത്തി കടന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സൗഹൃദങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങാം.
പക്ഷേ നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും കർഷകരുടെ അടിസ്ഥാന ജീവിത രീതിയെയും തകർത്ത് വരുന്ന തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഉൾപ്പെടെ ഗൗരവമായി നിരോധിച്ചുകൊണ്ട് കർഷകരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ ഇടപെടൽ നമുക്കുണ്ടാകണം. വനം രംഗത്ത് നമ്മളിപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജനകീയ സമിതികൾ ഉൾപ്പെടെ രൂപം കൊടുത്തുകൊണ്ട് മാൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ ജനകീയമായൊരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം ഉണ്ടാക്കുക. ഇവിടെ PC സൂചിപ്പിച്ചതുപോലെ നാളെ ഫോറസ്റ്റ് മാമന്മാരുണ്ടാകുന്ന തരത്തിൽ നമ്മുടെ കാർഷിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ വനപാലകരെയും പൊതുധാരണയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ട്രെയിനിങ്ങുകൾ, നടപടികളൊക്കെ ഗവൺമെൻറ് തീർച്ചയായിട്ടും എടുക്കും. ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടും ഗുണകരമായി എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. വ്യക്തമാണ്. മനുഷ്യനില്ലാതെ പ്രകൃതിയില്ല, പ്രകൃതിയില്ലാതെ മനുഷ്യനില്ല എന്ന ചിന്ത തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് വെച്ചത്. മറ്റ് ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ചർച്ച നടത്തിയതെന്നാണ് ശ്രീ കെ രാജൻ പറഞ്ഞത്. അതുതന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിനന്ദനമാണ്. കാരണം ഈ ചർച്ച കേരളം കാണേണ്ട ചർച്ചയാണ്. ഈ ചർച്ച കേരളം ചർച്ച ചെയ്യേണ്ട ചർച്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കർഷകർക്ക് പെൻഷൻ നൽകുക, അല്ലെങ്കിൽ ശമ്പളം നൽകുക, കർഷകരുടെ വേതന ഒപ്പിയെടുക്കുന്ന നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരിക തുടങ്ങി വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങളാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് പറഞ്ഞ ആ ഒരു ആശയം നമുക്ക് കടമെടുക്കാം. പോലീസ് മാമന്മാരെ പോലെ ഫോറസ്റ്റ് മാമന്മാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകട്ടെ. മനുഷ്യനെയും മൃഗങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ. കർഷകരുടെ വേതന ഒപ്പിയെടുക്കുന്ന ഒരു സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ. അവർ അവരുടെ പ്രവൃത്തി ഏറ്റവും കാര്യക്ഷമമായി ചെയ്യട്ടെ. പരിസ്ഥിതിയെ സ്നേഹിക്കാൻ കർഷകരും കർഷകരെ മനസ്സിലാക്കാൻ പരിസ്ഥിതി പ്രവർത്തകർക്കും സാധിക്കട്ടെ. ഏറ്റവും ആവേശകരമായി, ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഈ ചർച്ചയിൽ പങ്കുവച്ച ഗവൺമെന്റ് ചീഫ് വിപ്പ് ശ്രീ കെ രാജൻ, പൂഞ്ഞാർ MLA ശ്രീ PC ജോർജ് MLA, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, 3 പേർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഓക്കെ, നന്ദി. നമസ്കാരം. നമസ്കാരം.